ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ അച്ചാറാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇൻസ്റ്റൻറ്റ് വെജിറ്റബിൾ അച്ചാർ ബനാന ചാറ് ദിഖാएंगे कैसे. ഈ 3 വെജിറ്റബിൾ ഇട്ടിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ये वेजिटेबल से हम अचार बनाने जा रहे हैं. आम, पपीता और कैरट. മാങ്ങയും പപ്പിത്തായും ക്യാരറ്റും വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ പച്ച പാവയ്ക്ക, വെളുത്ത പാവയ്ക്ക കിട്ടും. ഇവിടെ കിട്ടുന്നത് നല്ല കയ്പ് കൂടുതലാണ്. നാട്ടിലെ പാവയ്ക്കായും ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ എല്ലാം തൊലി കളഞ്ഞെടുക്കുക. സബ്ക ചിൽക്ക നികാൽക്കായെങ്കിൽ ഞാൻ 3 തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, നമുക്കിത് ഇനി കട്ട് ചെയ്തെടുക്കാം. ഒരേ സൈസിലും ഒരേ ഷേപ്പിലും എടുക്കണം. इसका छिलका पूरा निकाल कर रखा है. अभी कटिंग करना है. एक ही साइज कटिंग करना है. നമ്മുടെ ക്യാരറ്റ്, മാങ്ങ, പച്ച മാങ്ങയാണ്, നിറം ഇങ്ങനത്തെ ആണെന്നേ ഉള്ളൂ. ആം, ഗാജർ और പപ്പിത്ത. നമ്മൾ ക്യാരറ്റും ഇതെല്ലാം ഒരേ ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. एक ही शेप में देखिए कटिंग करके रखा है. सब कैसे बनाएगा दिखाएंगे. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. पैन गरम हो गया. इसमें अभी हम सरसों तेल डाल रहे हैं. सरसों तेल में बना रहे. കടുകെണ്ണയാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകെണ്ണയല്ല, ഏത് എണ്ണയ്ക്കകത്തും ഉണ്ടാക്കാം. റിഫൈൻഡ് ഓയിലോ, റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണയ്ക്കകത്ത്, നാട്ടിലെ നല്ലെണ്ണയ്ക്കകത്ത് ഇത് ഉണ്ടാക്കിയാലും നല്ലതാണ്. എണ്ണയൊന്ന് ചൂടാകട്ടെ. 1 സ്പൂൺ നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ सरसों डाल दें. 1 ടീസ്പൂൺ മേത്തി, ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. കരിയാപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഡാലുക. നമുക്ക് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ, ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കുക. അദ്രക് ലംബ ലംബ കാട്ട് के रखा है डाल दें. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ലഹസുൻ, ഒരു 15 പച്ചമുളക് നടുവേ കീറിയതാണ്. बीच में काटा हुआ 15 हरी मिर्च. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സോഡാസെ ഫ്രൈ കരണമാണ്. നമ്മളെല്ലാം എടുത്തിരിക്കുന്നത് 250 ഗ്രാം വെച്ചാണ്. 3 250 ഗ്രാം വെച്ചാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം करके सब वेजिटेबल लिया है. अभी सब एक ही साथ मिलाना है. आम डाल दें. മാങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഗാജർ, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് മമ്മി ഉണ്ടാക്കുന്ന ഒരു വെജിറ്റബിൾ അച്ചാറാണ് ഇത്. പപ്പിത്ത നാട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പച്ച പാവയ്ക്ക, നല്ല വെളുത്ത പാവയ്ക്കായും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. इसमें अभी नमक डाल दें. 3 ടീസ്പൂൺ, 3 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വിനാഗിരി, ഒരു 1/4 കപ്പ് വിനാഗിരി, 1/4 കപ്പ് വിനീഗർ डाल दें. अभी अच्छे से मिक्स कर दीजिएगा. നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം. 15 മിനിറ്റ് മിക്സ് करके रखेंगे. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴന്നു കഴിഞ്ഞു. अदरक लहसुन और हरी मिर्च हाफ फ्राई किया है. अभी इसमें डाल दें हल्दी, 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി ഒന്ന് നല്ലതായിട്ട് ഫ്രൈ ആകണം. हल्दी थोड़ा अच्छे से फ्राई होना चाहिए. 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഹിംഗ് पूरा डालना है. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. अभी ये भी डाल के गैस ऑफ करना है. और वेजिटेबल एല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് 15 मिनट ആയി. ये सब मिक्स करके 15 मिनट हो गया. अभी इसमें डालना है वो मसाला हम लोग ഫ്രൈ करके रखा है. वही मसाला डालना है. ഫ്രൈ ചെയ്ത് വെച്ച ഈ മസാല നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ ഒന്നും ചൂടാക്കത്തില്ല. വെജിറ്റബിൾ कुछ भी गरम नहीं करेगा. अभी अच्छा से मिक्स करना है. നമ്മുടെ വെജിറ്റബിൾ അച്ചാർ റെഡി ആയി കഴിഞ്ഞു. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമേ നമ്മളിത് ഫ്രൈ ആക്കത്തുള്ളൂ. ഈ വെജിറ്റബിൾ ഒന്നും തന്നെ ചൂടാക്കത്തില്ല. ഇങ്ങനെ തന്നെ ഇപ്പം തുടങ്ങി നമുക്കിത് കൂട്ടാവുന്നതാണ്. ये वेजिटेबल कुछ भी गरम भी नहीं करेगा.
खाली वो मसाला अदरक लहसुन हरी मिर्च खाली गरम करके इसमें डालता है। अभी से ये खाने के लिए अच्छा है, जल्दी हो जाएगा। നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് വെജിറ്റബിൾ അച്ചാർ റെഡി ആയി കഴിഞ്ഞു. ഇത് എൻ്റെ മമ്മിയുടെ സ്ഥിരമായിട്ടുള്ള ഒരു അച്ചാറാണ്. എപ്പോഴും ഫ്രിഡ്ജിൽ കാണും. ഒരു ദിവസത്തേക്ക് മാത്രമാണെങ്കിൽ നമുക്ക് പുറത്ത് വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചില്ലെങ്കിൽ ഇത് ചീത്തയായി പോകും. ഫ്രിഡ്ജിനകത്ത് വെച്ച് നമുക്ക് ഒരാഴ്ചയോ 2 ആഴ്ചത്തേക്ക് ഉപയോഗിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ട അച്ചാറാണ് ഇതിരിക്കുന്നത്. ഇപ്പം ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പുതിയതായിട്ട് ഇട്ടത്. ഇത് നമുക്ക് ഒരു ദിവസത്തേക്ക് പുറത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ബഹുത് ബഡിയ അച്ചാർ ഹെ, മേരെ മമ്മി കാ സബ് ദിൻ കാ അച്ചാർ ഹെ. ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പാവയ്ക്കായില്ലേ, നല്ല വെളുത്ത വലിയ പാവയ്ക്ക, ഒട്ടും പുളി കയ്പില്ലാത്ത പാവയ്ക്ക അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. നാട്ടിൽ മമ്മി ഇടുമ്പോൾ പാവയ്ക്കായും കൂടി ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങൾ പാവയ്ക്ക ഇടത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ കയ്പം പാവയ്ക്കായാണ്. അതുകൊണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിനകത്ത് കയ്പ് ടേസ്റ്റ് വരും. ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി വെക്കണം. എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറാണ്. സബ്കാ സാത്ത് ഏ അച്ചാർ ബഡിയ ഹെ, बच्चा लोग को भी पसंद करेगा. ज़्यादा जान नहीं है. ये बोतल में डाल के फ्रिज में रख दीजिए. प्लीज़ लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.